സമയം 7 മണി കഴിഞ്ഞ് 39 മിനിറ്റാണ്. സംസ്ഥാനത്ത് CPIM-ന്റെ അടിത്തറ തകർന്നിരിക്കുകയാണ് എന്ന് തൃപ്പൂണിത്തുറ MLA-യും കോൺ MLA KN ഉണ്ണികൃഷ്ണൻ ഇത്തവണ തൃപ്പൂണിത്തുറയിൽ മത്സരിപ്പിക്കുന്നതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. അതിന് CPIM മറുപടി പറയണം എന്നും കെ ബാബു 24-നോട് പറഞ്ഞു. തൃപ്പൂണിത്തുറയിൽ ആവേശം കൊടിയേറിയിരിക്കുകയാണ്. നിലവിലെ MLA കെ ബാബുവും ഒപ്പം തന്നെ നിലവിലെ സ്ഥാനാർത്ഥി ദീപക് ജോയി ഇപ്പോൾ വാഹന പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ്. രണ്ടുപേരും വലിയ ആവേശത്തിലാണ്. ഇത്തവണ 100-ലധികം സീറ്റുകളോട് കൂടി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ ഏറുമെന്നാണ് എല്ലാവരും ആശിക്കുന്നതും ആഗ്രഹിക്കുന്നതും. ഇപ്പോൾ കെ ബാബു നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് സർ പ്രതീക്ഷ? ഞങ്ങൾ UDF ഇവിടെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. UDF-ന് അനുകൂലമാണ്. CPM-ന്റെ അടിത്തറ വളരെയേറെ തകർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ BJP-യുടെ ഏറ്റവും ദുർബലമായ ഒരു പെർഫോമൻസ് ആയിരിക്കും ഇത്തവണ ഉണ്ടാകാൻ പോകുന്നത്. 2021-ൽ അങ്ങക്ക് 991 വോട്ടുകൾ മാത്രമാണ് ഭൂരിപക്ഷമായി ലഭിച്ചത്. അപ്പോൾ ഇത്തവണ അതിൽ കൂടുതൽ ലഭിക്കുന്ന പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും. അന്നത്തെ സാഹചര്യമല്ല. അന്ന് പിണറായി സർക്കാർ രണ്ടാമത് വരണം എന്നുള്ള ആഗ്രഹം ജനങ്ങൾക്ക് കോവിഡിന് ശേഷം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ യഥാർത്ഥം പറഞ്ഞാൽ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് വീർപ്പ് മുട്ടിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഒരു കാര്യമുള്ളത്, വൈപ്പിനിലെ MLA-നെ ഒരു ടേം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് മാറ്റിയത്. ബാക്കി കേരളത്തിലെ എല്ലാ CPM MLA-മാർക്കും ഒരു ടേം കഴിഞ്ഞവരെയും 2 ടേം കഴിഞ്ഞവരെയും അവിടെ തന്നെ മത്സരിക്കാൻ അനുവദിച്ചു. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങോട്ട് മാറ്റി ഒരു MLA? അവിടെ പ്രഗത്ഭനായ ഒരു MLA ആയിരുന്നു, പിന്നെ ഇങ്ങോട്ട് മാറ്റില്ലല്ലോ. എന്ന് മാത്രമല്ല, മറ്റു ചില കാര്യങ്ങൾക്കും അന്തരീക്ഷത്തിലുണ്ട് കാര്യങ്ങൾക്ക്. അതിനൊക്കെ ഉത്തരം CPM പറയേണ്ടി വരും. സ്ഥാനാർത്ഥി കൂടി ചേരുകയാണ്. 2021-ൽ വൈപ്പിനിൽ നേരിട്ട KN ഉണ്ണികൃഷ്ണനാണ് ഇത്തവണ നേരിടുന്നത്. എത്തരത്തിലാണ് പ്രതീക്ഷ? വൈപ്പിനിൽ നിന്ന് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അവിടെ സിറ്റിംഗ് MLA ആയിരുന്ന അദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. അവിടെ നിന്ന് ഈ കൂടുമാറേണ്ട അവസ്ഥ എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് ജനം തീരുമാനിക്കട്ടെ. തീർച്ചയായിട്ടും ഇവിടെ UDF-ന്റെ കോട്ടയാണ്. ആ UDF കോട്ട നിലനിർത്തും. വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. തീർച്ചയായിട്ടും 100% അല്ല, 101% ആത്മവിശ്വാസത്തോടെ. തീർച്ചയായിട്ടും 100%-ലധികം ആത്മവിശ്വാസത്തോടു കൂടിയാണ് തൃപ്പൂണിത്തുറയിൽ നിലനിൽക്കുന്നത്. വലിയ വിജയത്തോടു കൂടി തന്നെ UDF സർക്കാർ അധികാരത്തിൽ വരുന്ന ആത്മവിശ്വാസമാണ് നമ്മോട് പങ്കുവയ്ക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.